പ്രൈസ് ദ ലോർഡ്. ജീവജലത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ ദൈവജനത്തിനും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 ഒക്ടോബർ മാസം 3-ാം തീയതി വ്യാഴാഴ്ച. ദൈവത്തിൻ്റെ വലിയ സ്നേഹത്താൽ നാം ഏവരും ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ദിനം നന്മയുടെയും അനുഗ്രഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ദിനമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി ഒരുങ്ങാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് ലേവ്യ പുസ്തകം 18-ാം അധ്യായം 5-ാം വാക്യം. ലെവിറ്റിക്കസ് ചാപ്റ്റർ 18 വേഴ്സ് 5 നാം ഇങ്ങനെ വായിക്കുന്നു: ആകയാൽ എൻ്റെ ചട്ടങ്ങളും ന്യായങ്ങളും നിങ്ങൾ പ്രമാണിക്കണം. അവയെ ചെയ്യുന്ന മനുഷ്യൻ അവയാൽ ജീവിക്കും. ഞാൻ യഹോവ ആകുന്നു. 430 വർഷത്തെ മിസ്രൈമ്യ അടിമ ജീവിതത്തിൽ നിന്നും ദൈവത്താൽ നിയോഗിക്കപ്പെട്ട മോശയാൽ ഇസ്രായേൽ ജനത്തെ ദൈവം അടിമ വീടായ മിസ്രൈമിൽ നിന്നും വിടുവിച്ച് വാഗ്ദത്ത ദേശമായ തങ്ങളുടെ നാടായ കനാനിലേക്കുള്ള പ്രയാണമാണ്. ഈ 40 വർഷങ്ങൾ വളരെ സങ്കീർണമായ സംഭവങ്ങൾ നടമാടിയ ദിനരാത്രങ്ങളാണ്. ദൈവത്തോട് ഇസ്രായേൽ ജനം മത്സരിക്കുന്നു, പിറുപിറുക്കുന്നു, പിന്മാറുന്നു, അന്യ ദൈവത്തെ ആരാധിക്കുന്നു, അനാവശ്യ ജാതീയ പ്രവണതകൾ പിന്തുടരുന്നു, ഇടയ്ക്ക് ദൈവത്തെ ഭയപ്പെടുന്നു, അനുസരിക്കുന്നു, മോശയോട് ക്ഷമ ചോദിക്കുന്നു, ദൈവത്തിൽ നിന്ന് ശിക്ഷ ഏറ്റുവാങ്ങുന്നു, ദൈവത്തിൽ നിന്നും അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നു എന്നു വേണ്ട ഒരു സമ്മിശ്ര ജീവിത രീതി. ഒരു വിധത്തിൽ പറഞ്ഞാൽ 2024 നമ്മുടെ ക്രിസ്തീയ ജീവിതവും അന്നത്തെ ഇസ്രായേൽ ജനത്തിന്റെ 40 വർഷത്തെ യാത്രയും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ട് എന്ന് തോന്നുന്നില്ല. ഇതൊക്കെ തന്നെയാണ് നമ്മുടെയും അവസ്ഥ. നമുക്ക് വിശ്വാസ ജീവിതത്തിലും ആത്മീയ ജീവിതത്തിലും ദൈവത്തോടുള്ള ബന്ധത്തിലും ദൈനംദിന ജീവിതത്തിലും ഇത് തന്നെ നാം പുലർത്തി പോരുകയാണ്. അങ്ങനെ അവരുടെ യാത്ര, ജീവിത രീതി, ആറ്റിറ്റ്യൂഡ് ഇവയെല്ലാം മനസ്സിലാക്കിയിട്ട് ദൈവം മോശയിൽ കൂടെ അവരോട് ചില കാര്യങ്ങൾ പറയുന്നതാണ് 18-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. ആ 4 വാക്യങ്ങൾ പറഞ്ഞ കാര്യങ്ങളുടെ തീരുമാനവും തീർപ്പുമാണ് 5-ാം വാക്യമായ ഇന്ന് വായിച്ചു കേട്ട വാഗ്ദത്ത വചനത്തിൽ അടങ്ങിയിരിക്കുന്നത്. ദൈവം മോശയിൽ കൂടെ ഇസ്രായേൽ ജനത്തോട് പറയുകയാണ്, നിങ്ങൾ മിസ്രൈമിൽ പാർത്ത് ശീലിച്ചത് പിന്തുടരരുത്. മാത്രമല്ല, നിങ്ങളെ ഞാൻ കൊണ്ടുപോയി നിങ്ങൾ എത്തപ്പെടാൻ പോകുന്ന കനാൻ നാട്ടിൽ ഇപ്പോൾ നിലനിൽക്കുന്നതും നിങ്ങൾ അനുകരിക്കരുത്. ഇവ രണ്ടും നിങ്ങൾ ചെയ്യുവാൻ, പാലിക്കുവാൻ, അനുകരിക്കുവാൻ, ശീലിക്കുവാൻ പാടില്ല. പകരം എന്റെ ന്യായങ്ങളും ചട്ടങ്ങളും ന്യായപ്രമാണങ്ങളും നിങ്ങൾ അനുസരിക്കണം. ഇന്ന് നമ്മുടെ ജീവിതത്തിലോട്ട് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. എല്ലായിടത്തെയും എല്ലാം കുറേശ്ശെ സ്വീകരിച്ചും സാംശീകരിച്ചും ജീവിക്കുന്നവരാണ്. ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ആരാധിക്കുന്നുണ്ട്. വചനം അനുസരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അനുസരിക്കുന്നുണ്ട്. ദൈവത്തെ മാത്രം പിൻപറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പിൻപറ്റുന്നുണ്ട്. എന്നാൽ നിർഭാഗ്യവശാൽ സകല അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒരു വിധത്തിൽ പറഞ്ഞാൽ ബിംബം മുമ്പിൽ വെച്ചിട്ടില്ല എന്നേ ഉള്ളൂ, എല്ലാ വിഗ്രഹാരാധനയ്ക്ക് തുല്യമായ സകലതും നമ്മുടെ കയ്യിലുണ്ട്.
ശരിക്കും പറഞ്ഞാൽ മിസ്രൈമ്യ അടിമത്വത്തിന്റെ സകലതും നമ്മുടെ കയ്യിലുണ്ട്. കനാൻ പിടിച്ചടക്കി ജാതീയ വിജാതികൾ ശീലിച്ചു വന്ന സകല മ്ലേച്ഛതകളും നമ്മുടെ കയ്യിലുണ്ട്. നമ്മുടെ കയ്യിൽ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല. ഇതല്ലേ ഇന്നിന്റെ നമ്മുടെ അവസ്ഥ. കാര്യസാധ്യത്തിന് എന്തും എവിടെയും ചെയ്യും. ഉപവാസത്തിന് കുഴപ്പമില്ല, പ്രാർത്ഥനയ്ക്ക് കുഴപ്പമില്ല, കൺവെൻഷന് കുഴപ്പമില്ല, ആരാധനയ്ക്ക് കുഴപ്പമില്ല, കർത്തൃമേശയ്ക്ക് കുഴപ്പമില്ല. എന്തിനാ കുഴപ്പമുള്ളത്? ദൈവമക്കളെ സേവിക്കുവാൻ, അവരെ കരുതുവാൻ, ദശാംശം കൊടുക്കുവാൻ എല്ലാം നമ്മൾ മുൻപിലാണ്. സകല അനാചാരങ്ങളും രഹസ്യമായും പരസ്യമായും ചെയ്യുവാനും നമ്മൾ മടിക്കുന്നില്ല. എവിടെയെല്ലാം ആർക്കെല്ലാം ഏതെല്ലാം ആൾ ദൈവങ്ങൾക്കും അല്ലാത്തവർക്കും നേർച്ച കാഴ്ചകൾ അർപ്പിക്കുന്നതിനും നമുക്ക് മടിയില്ല പ്രിയമുള്ളവരെ. അതെ, വിട്ടുപോന്ന ഇട്ടുകളഞ്ഞ പലതും ഇപ്പോഴും രഹസ്യമായി നമ്മുടെ കയ്യിലുണ്ട്. ഞാൻ വചനത്തിന്റെ വിവിധ തെളിവുകളിലേട്ടൊന്നും ഈ പ്രഭാതത്തിൽ പോകുന്നില്ല. അതുകൊണ്ട് സ്വർഗത്തിലെ ദൈവം മോശയിൽ കൂടെ പറയുകയാണ്, നിങ്ങൾ വിട്ടുപോകുന്ന ദേശത്തെ മിസ്രൈമിലെ അനാവശ്യം പിന്തുടരരുത്. നിങ്ങളെ ഞാൻ കൊണ്ടുപോകുന്ന കനാൻ നാട്ടിൽ നിങ്ങൾ കാണാൻ പോകുന്നത് നിങ്ങൾ പിന്തുടരരുത്. ഞാൻ തരുന്ന ന്യായങ്ങളും ചട്ടങ്ങളും പ്രമാണങ്ങളും മാത്രം നിങ്ങൾ പാലിക്കണം. അവയെ പാലിക്കുന്നവർ അവയാൽ ജീവിക്കും. ഇതാണ് ഇന്നത്തെ ഏറ്റവും പ്രാധാന്യമേറിയ ചിന്തയായി പരിശുദ്ധാത്മാവ് നൽകുന്നത്. അതെ, ഇന്ന് നമ്മുടെയൊക്കെ ചോദ്യമല്ലയോ, ഇത്രയും പ്രാർത്ഥിച്ചിട്ടും, ഇത്രയും ഉപവസിച്ചിട്ടും, ഇത്രയും ദൈവമക്കളെ കരുതിയിട്ടും, ദൈവാലയത്തിൽ നിന്ന് ഇറങ്ങാതെ ആത്മീയ കാര്യങ്ങൾ നിന്നിട്ടും എന്റെ ബ്രദറെ, എന്റെ പാസ്റ്ററെ, എന്റെ അച്ചോ, എന്റെ ദൈവജനമേ, ഞങ്ങളുടെ കാര്യത്തിന് ഒരു നീക്കവുമില്ല. മകന്റെ ജോലി, അവന്റെ വിസ, അവന്റെ വിവാഹം, അവനൊരു തലമുറ, എന്റെ ഭർത്താവിന്റെ അവസ്ഥ, രോഗത്തിന്റെ അവസ്ഥ, നിയമപ്രശ്നം എല്ലാം നമ്മുടെ മുമ്പിൽ ഒരു വലിയ എരിഹോ മതില് പോലെ നിൽക്കുകയാ. ഒരു കാര്യവുമില്ല. അതുകൊണ്ടാ ഞാൻ അവിടെയൊന്ന് പോയത്. ഇന്നയാൾ നിർബന്ധിച്ചപ്പോൾ ഞാൻ ഇന്നതൊന്ന് ചെയ്തത്. അതും ഒരു പള്ളിയല്ലേ, അതും ഒരു കൂട്ടായ്മയല്ലേ, അതും ഒരു ആരാധനയല്ലേ. നമുക്കൊത്തിരി ന്യായങ്ങളും ഉപന്യായങ്ങളും മുടന്തൻ ന്യായങ്ങളുമുണ്ട്. എന്നാൽ ഇന്നത്തെ വാഗ്ദത്ത വചനം പറയുകയാണ്, മിസ്രൈമിലേതും കനാനിൽ ഇപ്പോൾ ഉള്ളതും നിങ്ങൾ പാലിക്കരുത്, നിങ്ങൾ അത് ശീലിക്കരുത്, നിങ്ങളത് പിന്തുടരരുത്. എന്റെ ന്യായങ്ങളും എന്റെ ചട്ടങ്ങളും ഞാൻ നിങ്ങൾക്ക് നൽകിയ ന്യായപ്രമാണവും പാലിച്ചാൽ ഹല്ലേലൂയ, നിങ്ങൾ അതിനാൽ ജീവിക്കും. ദൈവ പൈതലെ, താമസിച്ചാലും നിങ്ങൾ വിശ്വസ്തയോടെ ജീവന്റെ വചനം അനുസരിക്കുന്ന ഒരു വ്യക്തിയാണോ, ഒരമ്മയാണോ, ഒരപ്പനാണോ, ഒരു സഹോദരനാണോ? ദൈവ പൈതലെ, നിന്ദയുണ്ട്, പരിഹാസമുണ്ട്, ദുഷിയുണ്ട്, കാലതാമസമുണ്ട്. നിങ്ങളുടെ മക്കൾ പോലും, നിങ്ങളുടെ മകൻ പോലും, നിങ്ങളുടെ ഭർത്താവ് പോലും, നിങ്ങളുടെ കൂടെ കൂടിയ കൂട്ടായ്മക്കാര് പോലും എന്തിയെ നിന്റെ ദൈവമെന്ന് ചോദിച്ച് 42-ാം സങ്കീർത്തനത്തിൽ കോരഹപുത്രന്മാര് പറയുന്നത് പോലെ നിന്റെ ദൈവം എവിടെയെന്ന് അവർ എന്നോട് നിത്യം ചോദിക്കുന്നത് കൊണ്ട് എന്റെ കണ്ണുനീർ രാവും പകലും എന്റെ ആഹാരമായി തീർന്നിരിക്കുന്നു എന്ന അവസ്ഥയുള്ളവർ എന്നെ കേൾക്കുന്നുണ്ടാവും. ഇതൊക്കെ ഉണ്ടെങ്കിലും നീ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് ഈ ചട്ടങ്ങളിലും ന്യായപ്രമാണത്തിലും ദൈവവചനത്തിലും അടി ഉറച്ചു നിൽക്കുന്നുവെങ്കിൽ ദൈവ പൈതലെ, നീ അതിനാൽ ജീവിക്കും എന്ന് പറഞ്ഞാൽ നിന്റെ വിശ്വാസത്തെ, നിന്റെ ആത്മീയ
ഉറപ്പിനെ, തീരുമാനത്തെ ദൈവം മാനിച്ച് എത്ര താമസിച്ചാലും എത്ര വൈകിയാലും നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്ക. ദൈവ പ്രവൃത്തി അതിവേഗം വെളിപ്പെടുക തന്നെ ചെയ്യും. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അതുകൊണ്ട് എന്നെയും നിങ്ങളെയും വഴിക്കിട്ടിട്ട് പോകുന്ന ദൈവമല്ല. ഇസ്രായേൽ ജനത്തിന്റെ വഴിയാത്രയിൽ ദൈവമാണോ അവരെ വഴിക്കിട്ടിട്ട് പോയത്? അല്ല, ദൈവത്തെ ഇസ്രായേൽ ജനമാണ് വിട്ടിട്ട് പോയത്. എന്നിട്ടും തമ്പുരാൻ അവർക്ക് അഗ്നിത്തൂണായും മേഘസ്തംഭമായും എല്ലാ സ്ഥാനങ്ങളിലും കൂടെയിരുന്നു. 40 വർഷം 41 സ്ഥാനങ്ങളിൽ മാറി മാറി കൂടാരമടിച്ചപ്പോൾ അവരെ പരിപാലിച്ച ഒരു ദൈവമുണ്ട്. ഞാനും നിങ്ങളും ദൈവത്തെ വിട്ടുപോയപ്പോൾ, ഇട്ടിട്ട് പോയപ്പോൾ തമ്പുരാൻ നമ്മളെ കരുതി, ഇന്നും കരുതിക്കൊണ്ടിരിക്കുന്നു. അതെ, ഈ ന്യായപ്രമാണത്തെ ആചരിച്ചാൽ, പ്രമാണിച്ചാൽ, വിശ്വസിച്ചാൽ, അതിനുവേണ്ടി നിന്നാൽ ദൈവമെതിരെ നീ ജീവിക്കും. അതിനാൽ ജീവിക്കും എന്ന് പറഞ്ഞാൽ നീ ഏതിൽ വിശ്വസിച്ച് നിലകൊണ്ടോ, സാഹചര്യങ്ങൾ നിനക്കെതിരായി, സമ്മർദ്ദങ്ങൾ നിനക്ക് ഒത്തിരി വന്നു, ചോദ്യശരങ്ങൾ ഒത്തിരി ഏൽക്കേണ്ടി വന്നു, നിന്നെയും ദുഷിയും പരിഹാസവും സഹിക്കേണ്ടി വന്നു. പക്ഷേ നീ നിന്നത് ഈ ദൈവവചനത്തിന് വേണ്ടിയാണെങ്കിൽ നിന്ദിച്ചവരുടെ മുമ്പാകെ വന്ദിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. നീ അവയാൽ ജീവിക്കും. ആകയാൽ ഈ പ്രഭാതത്തിൽ സങ്കടത്തോടെ, വിഷമത്തോടെ, നിന്ദയോടെ, ദുഃഖത്തോടെ, ജീവിതത്തിന്റെ ക്ലേശമേറിയ കയ്പ് നിറഞ്ഞ അനുഭവത്തോടെ ഇന്ന് വാഗ്ദത്ത വചനം കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, പ്രിയ പിതാവേ, പ്രിയ അമ്മയെ, എന്റെ സഹോദരങ്ങളെ, എന്റെ യുവജന സുഹൃത്തുക്കളെ, നിങ്ങൾ കടന്നു പോകുന്ന പ്രശ്നം എത്ര വളരെ സങ്കീർണവും എത്ര കുഴഞ്ഞതുമായിക്കൊള്ളട്ടെ, അതിൽ നിന്ന് വിടുവിക്കുവാൻ ദൈവം മതിയായവനാ. പക്ഷേ കാര്യസാധ്യത്തിനു വേണ്ടി, താൽക്കാലിക ലാഭത്തിനു വേണ്ടി മിസ്രൈമിലെ പഴയ പണി ആരംഭിക്കരുത്. ആ ശീലത്തിനോട് വിട പറയണം. നമ്മുടെ മുമ്പിൽ കാണുന്ന, ചെന്നു ചേരുന്ന, നമുക്ക് യോജിക്കാൻ പറ്റാത്ത ഒന്നും ഞാനും നിങ്ങളും ജീവിതത്തിലോട്ട് സ്വീകരിക്കരുത്. നമുക്ക് പിൻപറ്റുവാൻ ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. നമ്മുടെ ഗൈഡ് ലൈനായി ദൈവവചനമുണ്ട്. അത് പ്രമാണിക്കുക, അത് പാലിക്കുക. നിശ്ചയമായും ഞാനും നിങ്ങളും ഈ പ്രതികൂലങ്ങളുടെ മധ്യേ ദൈവകൃപയോടെ ജീവിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കും. ആ വാക്യം അവസാനം പറയുന്നു, ഞാൻ ദൈവമാകുന്നു. അതെ, സ്വർഗത്തിലെ ദൈവമാ പറയുന്നേ, മകനെ, മകളെ, നീ അവയെല്ലാം വിട്ടിട്ട് ഈ വചനത്തെ പ്രമാണിച്ചാൽ നീ ജീവിക്കും. ഞാനാണ് പറയുന്നത്, സ്വർഗത്തിലെ ദൈവമാണ് പറയുന്നത്. ഇന്നത്തെ ദിനം വിടുതലിന്റെ ദിനമാവട്ടെ, അനുഗ്രഹത്തിന്റെ ദിനമാവട്ടെ, സന്തോഷത്തിന്റെ ദിനമാവട്ടെ. എല്ലാ അനുഗ്രഹങ്ങളാലും സ്വർഗീയ കൃപകളാലും തമ്പുരാൻ നിങ്ങളെ ഓരോരുത്തരെയും മാനിച്ച് അനുഗ്രഹിക്കട്ടെ. ഏതെല്ലാം ജീവിതത്തിന്റെ പ്രതികൂലങ്ങളും പ്രതിസന്ധിയും നമ്മുടെ എത്ര ഉറ്റ തോഴര് പറഞ്ഞാലും മിസ്രൈമിലെ പഴയത് പുനരാരംഭിക്കരുത്. നമ്മുടെ മുമ്പിൽ വെച്ച് നീട്ടുന്ന എത്ര മാധുര്യമേറിയതാണെങ്കിലും അതിലോട്ട് ചായരുത്. ഞാൻ നിങ്ങൾ നിൽക്കേണ്ടത് തമ്പുരാൻ തന്ന ദൈവീക വചനത്തിലാ. ആ വചനത്താൽ നാം ജീവിക്കും. ഇത് അരുളി ചെയ്തത് സ്വർഗത്തിലെ ദൈവമാണ്. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, സകലത്തിന്റെയും ഉടയവനും കാരണഭൂതനും അങ്ങ് മാത്രമാണല്ലോ. ഇസ്രായേൽ ജനത്തോട് മോശ മുഖാന്തരം പറഞ്ഞത് ഇന്ന് അവിടുന്ന് ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. ജീവിതത്തിന്റെ പ്രതികൂലങ്ങളിൽ പഴയതിലോട്ട് തിരിഞ്ഞു പോകാതെ, മുൻപിൽ ഞങ്ങൾക്ക് നീട്ടിത്തരുന്ന ശത്രുവിന്റെ പുതിയ തന്ത്രങ്ങളിലേക്ക് വശംവദരാകാതെ ദൈവവചനത്തിൽ അടിയുറച്ചു നിൽക്കുവാൻ ഞങ്ങളെ ഒരുക്കണമേ. ഞങ്ങൾ ഇന്ന് നേരിടുന്ന, കടന്നു പോകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും
ഞങ്ങൾ വിശ്വസിക്കുന്ന വചനത്തിൽ കൂടെ, ദൈവിക പ്രമാണത്തിൽ കൂടെ നിത്യമായ വിടുതലും ശാശ്വത പരിഹാരവുമുണ്ടെന്ന് ഇത് ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. ആകയാൽ ആ സ്വർഗീയ വചനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഞങ്ങളുടെ ഉയരത്തിലൊരു ദൈവമുണ്ട് എന്നും ആ ദൈവം ഞങ്ങളെ വിടുവിപ്പാൻ ശക്തനാണെന്നും മറ്റുള്ളവരുടെ മുമ്പാകെ സാക്ഷിപ്പാനും ഞങ്ങളുടെ ജീവിത അനുഭവത്തിൽ കൂടെ തെളിയിക്കുവാനും ഞങ്ങളെ അവിടുന്ന് സഹായിക്കണം. ഇന്ന് വചനം കേട്ട എല്ലാ നിന്റെ മക്കളെയും അനുഗ്രഹിക്കണം. സ്വർഗീയ കൃപകൾ കൊണ്ട് പൊതിയണം. യേശു മശിഹാ മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, പത്രോസും കൂട്ടരും പഴയ പടക് തേടിപ്പോയതുപോലെ യാതൊരു മിസ്രൈമിന്റെ ഒന്നും തേടുവാൻ പിന്തിരിയരുത്. ഇസ്കറിയോത്ത യൂദായുടെ മുമ്പിൽ വെച്ച് നീട്ടിയ പണക്കിഴി കണ്ടപ്പോൾ കണ്ണു മഞ്ഞളിച്ചതുപോലെ കനാൻ നാടെന്ന് നമുക്ക് തോന്നുന്ന ഒന്നിന്റെയും മുൻപിൽ മുട്ടുമടക്കരുത്. വചനത്തിൽ ഉറയ്ക്കുക. ആ വചനം എന്നെയും നിങ്ങളെയും ജീവിപ്പിക്കും. ഇത് പറയുന്നത് സ്വർഗത്തിലെ സർവശക്തനായ ദൈവം. ഈ ദൈവം ഇന്ന് പകൽ ജീവജലം ശ്രവിക്കുന്ന ഏവരെയും ധാരാളമായി അനുഗ്രഹിച്ച് സകല നന്മകളാലും നിറയ്ക്കട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങളോടൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. God bless you all.